പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ പ്രണമിക്കുന്നു. ബുധൻ ആരാകുന്നു? ജ്യോതിഷത്തിൽ സൗമ്യനാകുന്നു. സോമസ്യ അപത്യം പുമാൻ സൗമ്യ, ചന്ദ്രപുത്രനാകുന്നു. സൗമ്യഗുണോപേതം, എല്ലാ ഗുണങ്ങളുടെയും ആകരമാകുന്നു ബുധൻ. അങ്ങനെയുള്ള ആ ബുധനെ, ബോധനനെ, സൗമ്യനെ ഞാൻ പ്രണമിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ബുദ്ധികാരകനായ, ബുദ്ധിയുടെ പൂർണ്ണതയെ ഒരു വ്യക്തിയെ എത്തിക്കുന്ന ആ ബുധൻ്റെ രാശിചാരമാണ്. ബുധൻ 1200 കന്നിമാസം 7-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 23-ാം തീയതി തിങ്കളാഴ്ച രോഹിണി നക്ഷത്രത്തിൽ കാലത്ത് 11 മണിക്ക് തൻ്റെ ഉച്ച രാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കന്നിരാശിയിലുള്ള ബുധൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ മേടം മുതൽ 12 രാശിക്കാർക്കും അനുഭവ വേദ്യമാകുന്നു, ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്നാണ് നാം ഇവിടെ വിലയിരുത്തുന്നത്. വിദ്യയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ. വചനം ജ്ഞാനം ഇന്തോഹോ തനൂജഹ. ഇന്തോഹോ തനൂജഹ, ചന്ദ്രൻ്റെ പുത്രനെ കൊണ്ട് വചനം, വാക്ക്, ജ്ഞാനം, അറിവ്, അതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ബുധൻ്റെ കർമ്മ മേഖലകളെയാണ് നാം സ്പർശിക്കുന്നത്. അത് പ്രിൻറ്റിംഗ് ടെക്നോളജി ആയാലും, ബുധനാകുന്നു ടെക്നോളജി. ഇറ്റ് ഈസ് എ ടെക്നിക്കൽ പ്ലാനറ്റ്. അത് ഓരോ ഗ്രഹങ്ങളോടുകൂടെ ചേരുമ്പോഴും അതിൻ്റേതായ സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു. ബുധനും ചൊവ്വയും കൂടി ഒരു രാശിയിൽ ദിഗ്രഹ യോഗത്തിൽ വരികയാണെങ്കിൽ എല്ലാ ടെക്നിക്കൽ സംബന്ധമായ വിഷയങ്ങളിലും ഇന്ന് ശാസ്ത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ ചിന്തിക്കുമ്പോഴും അവിടെ ബുധൻ്റെയും ചൊവ്വയുടെയും ഒരു അപൂർവമായ കോമ്പിനേഷൻ നമുക്ക് കാണാം. ഇതേ ബുധൻ തന്നെ വ്യാഴത്തോടു കൂടി യോഗം ചെയ്യുമ്പോഴോ അത് സംഗീതജ്ഞനും നൃത്തപ്രവീണനും ഈ മേഖലകളിൽ തൗരിത്രികം, സംഗീതം, സംഗീത ഉപകരണങ്ങൾ, ഗാനം, നൃത്തം, ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നു. ശുക്രനോടുകൂടെ വരികയാണെങ്കിൽ വലിയ വാഗ്മിയായിത്തീരുന്നു. വാഗ്മീഭൂഗണപ, ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുന്നു, വലിയ വാഗ്മിയായി മാറുന്നു. ഏറ്റവും നല്ല പ്രചാരകന്മാർ, മതപ്രഭാഷകർ, അതേ രീതിയിൽ വലിയ വക്കീലുമായി ബന്ധപ്പെടുന്ന, കോടതിയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യവഹാര വിഷയങ്ങൾ, അറിവിൻ്റെ പൂർണ്ണത, ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ, ഇതൊക്കെ തന്നെ ഈ ദിഗ്രഹ യോഗത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആകുന്നു. സൂര്യനുമായി ബുധൻ യോഗം ചെയ്താൽ അത് നിപുണ യോഗമാകുന്നു. ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. ഇപ്രകാരം ജ്യോതിഷത്തിൽ ബുധൻ വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളുടെയും സദ്ബുദ്ധികളുടെയും ദുർബുദ്ധിയുടെയും കാരകനാകുന്നു ബുധൻ. ഒരു വ്യക്തിക്ക് നല്ലൊരു ജ്യോതിഷിയാകണമെങ്കിൽ ആ ബുധൻ നല്ല സ്ഥാനത്തുണ്ടാകണം. അത് ലഗ്നത്തിലായാലും കർമ്മഭാവത്തിലായാലും 5-ാം ഭാവത്തിലായാലും അദ്ദേഹത്തിന് 6th സെൻസ്, 6-ാം ഇന്ദ്രിയം, തൻ്റെ ഓറ തുറക്കപ്പെടുന്നു. അതിലൂടെ അദ്ദേഹത്തിന് വലിയൊരു ജ്യോതിഷിയാകാൻ കഴിയുന്നു. നമുക്ക് മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിക്കാം. കേവലം 17 ദിവസങ്ങൾ മാത്രമാണ് ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. കന്നി 24-ാം തീയതി, അതായത് 2024 ഒക്ടോബർ 10-ാം തീയതി ബുധൻ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തുലാൻ രാശിയും ബുധന് ശുക്രൻ മിത്രക്ഷേത്രമാകുന്നു. അതിനാൽ തുലാൻ രാശിയിലും പ്രായണ ബുധൻ്റെ രാശിചാരം വളരെ അനുകൂലമായിരിക്കും. നാം അടുത്തായി ചർച്ച ചെയ്യുന്നത് കർക്കടകം, ചിങ്ങം, കന്നി രാശിക്കാരുടെ ബുധൻ്റെ ഈ 17 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യമായി കർക്കടകം രാശി. കർക്കിടകൻ രാശി എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ 3-ാം ഭാവത്തിൽ പ്രബലമായി നിൽക്കുന്നു. 3-ൽ ബുധൻ വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം ഒന്ന് മാത്രമേയുള്ളൂ, പ്രബലഹ, അയാൾ പ്രബലനാകും. വണിക്മിത്രത പണ്യകൃത് വൃത്തിശീലോ വശിത്വം ധിയ ദുർവശാനാമുപേതി വിനീതോതി ഭോഗം ഭജത് സന്യസേത്വ
തൃതീയേ അനുജേർ ബാധയന്തി ലതാവാൻ. വളരെയധികം സഹോദര ഗുണങ്ങൾ പ്രദാനം ചെയ്യും 3-ലെ ബുധൻ. സഹോദരങ്ങൾ തന്നെ ഒരു വള്ളിയെപ്പോലെ ചുറ്റുമെന്നാണ്. താനൊരു മഹാവൃക്ഷമായി നിൽക്കും. അതിനാൽ ഈ 17 ദിവസക്കാലം സഹോദരന്മാരുടെ കാര്യങ്ങളിലൊക്കെ ഒരു വല്യേട്ടനായി തനിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരെ നയിക്കുവാനുള്ള ഒരു ശേമുഷിയും മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പിനും ഈ 17 ദിവസക്കാലം വളരെ ഉപകരിക്കുന്നതാണ്. വലിയ ചില വ്യാപാരികളുടെ സൗഹൃദങ്ങൾ വരുന്നു. വ്യാപാരികൾ തന്നെ സുഹൃത്തായി പരിഗണിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അതിനാൽ പലപ്പോഴും തനിക്കൊരു പ്രാധാന്യം കൈവരുന്നു വലിയ വലിയ ആളുകളുമായിട്ട്. പണ്യകൃതാണ്. പല കാര്യങ്ങളും പല സാധനങ്ങളും സാമഗ്രികളും തനിക്ക് വിറ്റുകൊടുക്കുവാൻ കഴിയുന്നു. അതിനാൽ തനിക്ക് ചില ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പല നടക്കാത്ത കാര്യങ്ങളും ഇമ്പോസിബിൾ മിഷൻസ് തനിക്ക് മിഷൻ പോസിബിളാക്കി മാറ്റുവാനുള്ള ഒരു അനർഘമായ ഒരു സമയമാണ് 3-ലെ ബുധൻ പ്രദാനം ചെയ്യുന്നത്. ഏത് പിന്തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയെയും ദുർമുഖക്കാരനെയും തൻ്റെ വാക്കിൻ്റെ മാസ്മരതയിലൂടെ തനിക്ക് അയാളെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ കഴിയും 3-ലെ ബുധൻ. അത്ര ശക്തമാണ് 3-ലെ ബുധൻ. പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പല മധ്യസ്ഥ ചർച്ചകളിലും കർക്കിടക രാശിക്കാർക്ക് തങ്ങളുടെ സാന്നിധ്യം തങ്ങളുടെ ശക്തി എന്തെന്ന് മറ്റുള്ളവർക്ക് തെളിയിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരം കൈവരുന്നു. വിനീതോതിഭോഗം ഭജ സന്യസത്വ. തനിക്ക് ഭോഗസുഖങ്ങളൊക്കെ ലഭിക്കുന്നു. താൻ വിനീതനായി തല താഴ്ത്തിക്കൊണ്ട് നമ്രശിരസ്കനായി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നു. സന്യസിക്കുവാനുള്ള വലിയൊരു യോഗമുണ്ട്. കാരണം 3-ലെ ബുധൻ 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു, തപസ്ഥാനത്തേക്ക് നോക്കുന്നു, സന്യാസ സ്ഥാനത്തേക്ക് നോക്കുന്നു. അതിനാൽ തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കുവാനുള്ള, സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുവാനുള്ള അസുലഭമായ അവസരങ്ങളും കൈവരുന്നു. അതിനാൽ കർക്കിടക രാശിക്കാർക്ക് ഈ ബുധൻ വളരെ അനുകൂലമായ ഒരു സമയമാണ്. 12-ാം ഭാവാധിപൻ വൈകല്യവാനായ ഗ്രഹമാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷേ ആ 3-ലെ ബുധൻ്റെ ഉച്ചസ്ഥനായ ബുധനെ കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല. 3-ാം ഭാവത്തിനൊക്കെ ബലമാണ്. എന്താണ് 3-ാം ഭാവം? ധൈര്യം, വീരഞ്ജ, ദുർബുദ്ധിർ, സഹോദര പരാക്രമവും. തൻ്റെ സഹോദരങ്ങൾ പരാക്രമം, ധൈര്യം, വീര്യം, ദുർബുദ്ധി, നല്ലതും ചീത്തയും ഒക്കെ ഉപദേശിക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ 3-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ ബുധൻ പ്രദാനം ചെയ്യുന്നു. ദക്ഷകർണ സഹായൗച്ച, നല്ല സഹായികളെ ലഭിക്കുന്നു. തൻ്റെ വലത്തെ ചെവിയെ ശ്രദ്ധിക്കണം. വലത്തെ ചെവിയുമായി ബന്ധപ്പെടുന്ന ചില അസ്വസ്ഥതകൾ വരുന്ന സമയമാണ്. അതിനാൽ മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്കൊക്കെ ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു. സാധാരണ ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും ഒക്കെ തന്നെ 3-ാം ഭാവത്തിൽ വന്നാൽ അത്ര അനുകൂലമായ ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. കൃപണഹ എന്നാണ്. പല കാര്യങ്ങളും അടുത്തെത്തിയാൽ അനുഭവക്കുറവ് വരും. പക്ഷെ ബുധൻ 3-ൽ വന്നാൽ പ്രബലനാകുന്നു ആ വ്യക്തി എന്നർത്ഥം. അടുത്തായി നാം ചിന്തിക്കുന്നത് ചിങ്ങൻ രാശിക്കാരെ പറ്റിയാണ്. ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കിന്ന് ഏറെ പരിചിതമാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു സിംഹൻ രാശി. ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2-ൽ ബുധൻ വന്നാൽ ധനി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ ധനികനാകുന്നു എന്നാണ് ഹോരാ ശാസ്ത്രജ്ഞൻ ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ 2-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ സൗമ്യേ വിത്തഗതേ പുരാർജിത ധനാനാമേവ വൃദ്യുദ്ഭവ. പുരാർജിത ധനാൻ, പണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനത്തിനൊക്കെ അഭിവൃദ്ധി വരും. അതിനാൽ ധനസമ്പാദനം, ഹൗ ടു അക്യുമുലേറ്റ് ദ വെൽത്ത്, തൻ്റെ എക്സിസ്റ്റിംഗ് വെൽത്തിനെ എങ്ങനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന ഒരു സമയമാകുന്നു ഈ 17 ദിവസക്കാലം. ഷെയർ മാർക്കറ്റുകളിലാകാം, അല്ലെങ്കിൽ വളരെ റെയറായ ചില രത്നവ്യാപാരം, സ്വർണ്ണ വ്യാപാരം, ഇതിലൂടെ തനിക്ക് ധനമുണ്ടാകാം. ബ്രോക്കർമാർക്ക് ഭൂമി വിൽപ്പന അല്ലെങ്കിൽ ഭൂമി മറിച്ച് വിൽക്കുക, ഇതിനൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടാക്കേണ്ടുന്ന അനുകൂലമായ ദിവസങ്ങളാണ് മുന്നിലുള്ളത്. പാത്രാപ്തിർ ഭരണീയ രഞ്ജനസുഖം, നല്ല പാത്രങ്ങൾ ഉണ്ടാകുന്നു, വിഭവങ്ങളുടെ പൂർണ്ണതയുണ്ടാകുന്നു. ഭരണീയ രഞ്ജനസുഖം, തൻ്റെ കുടുംബത്തിൽ താൻ ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികളിൽ തനിക്ക് സുഖമുണ്ടാകുന്നു. അതിനാൽ കുടുംബ ജീവിതം പ്രായേണ ഭദ്രമാകുന്നു ഈ 17 ദിവസക്കാലം. വളരെ അനുകൂലമാണ് 2-ലെ ബുധൻ. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ധരേ ബുദ്ധിമാൻ ബോധനെ ബാഹുദേജാഹ സഭാസംഗതോ ഭാസതേ വ്യാസ ഏവ. സദസ്സിൽ വ്യാസനെ പോലെ ശോഭിക്കുന്നു. അതിനാൽ രചനാപരമായ വിഷയങ്ങളിൽ അധ്യാപകർക്ക്, മതപ്രഭാഷകർക്ക്, മതപണ്ഡിതർക്ക് തങ്ങളുടെ അറിവിനെ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കുവാനുള്ള സമയമാണ് മുന്നിലുള്ളത്.
പൃഥൂതാരത കൽപ്പവൃക്ഷസി തദ്വൽ. താൻ ധാരാളം ചാരിറ്റികൾ ചെയ്യുന്നു. കൽപ്പവൃക്ഷം പോലെ തനിക്ക് ഔദാര്യ ഗുണമുണ്ടാകുന്നു. അതിനാൽ ധാരാളം ചാരിറ്റി നന്മകൾ ചെയ്യാൻ തനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് പലപ്പോഴും കാണാം. പല മതസ്ഥരും അതിൻ്റെ പ്രത്യേക ശതമാനം കൊടുക്കുന്നത് കാണാം. ആ രീതിയിൽ തനിക്ക് ധാരാളം ചാരിറ്റികൾ ചെയ്യാനുള്ള അസുലഭമായ സമയം ഈ ബുധൻ പ്രദാനം ചെയ്യുന്നു. ബുധൈഹി സ്തൂയതേ ഭോഗത ഷഡ്പദോയം. പണ്ഡിതർ തന്നെ സ്തുതിക്കുന്നു. ഒരു ഷഡ്പദത്തെ പോലെ താൻ ഭോഗിക്കുന്നു. അതിനാൽ ഭോഗസുഖങ്ങൾ ധാരാളം അനുഭവിക്കും. ഭൗതികമായ എല്ലാ സുഖത്തിൻ്റെയും പൂർണ്ണതയും ഈ രണ്ടിലുള്ള ബുധൻ പ്രദാനം ചെയ്യും. നല്ല വാക്കുകളിലൂടെ ആളുകളെ ആകർഷിക്കുന്നു. അത് സ്ത്രീയായാലും പുരുഷനായാലും ഈ ബുധൻ അത്ര പ്രാപ്തനാകുന്നു, മിടുക്കനാകുന്നു. ഇവിടെയും നരസിംഹക്ഷേത്രത്തിലെ വഴിപാടുകളാണ് വളരെ അനുകൂലമായി നമുക്ക് പറയുവാനുള്ളത്. അടുത്തതായി കന്നിരാശി. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. കന്നിരാശിക്കാർക്ക് ബുധൻ ലഗ്നത്തിനാണുള്ളത്. അത് അവരുടെ 10ാം ഭാവാധിപനാകുന്നു, കർമാധിപനാകുന്നു. അതിനാൽ ഒരു പൂർണ്ണമായ വിജയം കന്നിരാശിക്കാർക്ക് ഈ 17 ദിവസക്കാലം ബുധൻ പ്രദാനം ചെയ്യുന്നതാണ്. അവിടെ ഭദ്രമഹായോഗത്തിൻ്റെ പൂർണ്ണതയാണ്. ബുധൻ ഉച്ചസ്ഥനായി സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതിനാണ് ജ്യോതിഷത്തിൽ പഞ്ചമഹാപുരുഷയോഗത്തിൽ ഭദ്രമഹായോഗം എന്ന് പറയുന്നത്. സ്വകർമ്മ നിരതശ്ചജാത. തൻ്റെ കർമ്മമേഖലയിൽ അങ്ങേയറ്റം വ്യാപൃതനാകുന്ന ഈ ബുധൻ പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്നവർക്ക്, വിദേശത്ത് വിസ കാത്തിരിക്കുന്നവർക്ക്, വിദേശയാത്ര ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. എല്ലാ അരിഷ്ടതകളും ബുധൻ മാറ്റുന്നു. ലഗ്നത്തിലെ ബുധൻ വിദ്വാൻ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അയാൾ പണ്ഡിതനാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൗമ്യ ലഗ്നഗതേ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ. സുഖസ്ഥിതി ഉണ്ടാകുന്നു, ആരോഗ്യമുണ്ടാകുന്നു, സമ്പത്ത് ഉണ്ടാകുന്നു. സൽബുദ്ധേരുദയശ്ച. നല്ല ബുദ്ധി തനിക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നു. പല കാര്യങ്ങളിലും ബുധൻ കുശാഗ്രബുദ്ധിയാണ്. ഈ വാരം പലപ്പോഴും ഈ 17 ദിവസക്കാലം വക്കീലന്മാർക്കൊക്കെ വളരെയധികം തങ്ങളുടെ ജ്ഞാനം അറിവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ട സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രേഖാപരമായ പ്രയാസങ്ങളൊക്കെ ഈ 17 ദിവസക്കാലം മധ്യസ്ഥത പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കണം. കാരണം ലഗ്നത്തിലും 7ലും പാപഗ്രഹങ്ങളാണ്. സന്ധിദ്വയ. അപ്പോൾ പലപ്പോഴും മധ്യസ്ഥതയിലൂടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കേസുകളൊക്കെ തന്നെ ഈ ഒരു സമയക്കാലം നല്ലൊരു മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ ഈ ബുധൻ നിങ്ങൾക്ക് സഹായകരമാണ്. കന്നിരാശിക്കാർക്ക് മധ്യസ്ഥതയിലൂടെ കാശ് ലഭിക്കും. അതേ രീതിയിൽ കർമ്മമേഖലയിൽ പുത്തൻ മേഖലകളിൽ ശോഭിക്കാം. മെഡിക്കൽ ഷെയർസുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടാൽ അതിലൂടെ ധാരാളം ധനസമ്പാദനത്തിൻ്റെ സമയം സമാഗതമാണ്. അങ്ങനെയുള്ള മെഡിക്കൽ കമ്പനികളുടെ ഷെയർസൊക്കെ വ്യാപാരം ചെയ്യുവാനൊക്കെ വളരെ നല്ലതാണ്. എല്ലാ അരിഷ്ടതകളും ലഗ്നത്തിലെ ബുധൻ മാറ്റും. ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം വരിഷ്ഠാദിയോ വൈഖരി വൃത്തിവാച. നല്ല ബുദ്ധി പ്രദാനം ചെയ്യുന്നു. ജനാദിവ്യ ചാമീകരീ ഭൂതദേഹാഹ. തൻ്റെ ശരീരത്തിനെ വളരെയധികം ശ്രദ്ധിക്കുന്നു. സ്വർണ്ണശോഭയുള്ള ശരീരമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ബോഡി ഡെവലപ്പ് ചെയ്യാനും ജിമ്മിലൊക്കെ പോയി തൻ്റെ ശരീരത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുവാനും ഈ 17 ദിവസക്കാലം നിങ്ങൾ ഉപയോഗിക്കുക. അതിലൂടെ ശാരീരികമായ ഒരു സ്വസ്ഥതക്കുള്ള, ശാരീരികമായ ശോഭയ്ക്കുള്ള ഒരവസരം തുറക്കുവാൻ കഴിയട്ടെ ഈ 17 ദിവസക്കാലം. ചികിത്സാവിധ. ഡോക്ടർമാർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. ചികിത്സ അറിയുന്ന ആളുകൾക്ക് വളരെ സുഖകരമായ സമയമാകുന്നു. ദുശ്ചികിത്സാ ഭവന്തി. തൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ വളരെ തന്ത്രപൂർവ്വം നേരിട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് വളരെയധികം ഉപകാരകരമായിരിക്കും. കന്നിരാശിക്കാർ വളരെ ശോഭനമായ ഒരു 17 ദിവസങ്ങൾ കന്നിരാശിക്കാർക്ക് ഞാൻ കാക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.